BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പറവൂർ കച്ചേരി മൈതാനിയിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച നടപ്പാതകളിൽ പാർക്കിംഗ് കാൽനടക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. MP-യുടെ പ്രതിനിധിയായ MP റഷീദാണ് ആവശ്യം ഉന്നയിച്ചത്. UDF സർക്കാരിന്റെ കാലത്ത് 1.25 കോടി ചെലവഴിച്ചാണ് ടൂറിസം വകുപ്പ് കച്ചേരി മൈതാനം നവീകരിച്ചത്. നവീകരിച്ച മൈതാനത്തിന്റെ ശുചീകരണത്തിന്റെയും അറ്റകുറ്റപ്പണികളുടെയും ചുമതല നഗരസഭയ്ക്കായിരുന്നു. 2 വർഷമായി ഈ ചുമതലയിൽ നിന്ന് നഗരസഭ ഒഴിഞ്ഞു. മൈതാനത്തെ റോഡുകളിൽ വിരിച്ചിരിക്കുന്ന ടൈലുകൾ തകർന്ന് ഇപ്പോൾ കുണ്ടും കുഴിയും ചളിയുമായി കിടക്കുകയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷണൽ കൗൺസിൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നടപ്പാതയിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. ആംബുലൻസുകൾ പാർക്ക് ചെയ്യുന്നതും ഇവിടെയാണ്. വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരും പാർക്ക് ചെയ്യുന്നത് കച്ചേരി വളപ്പിലാണ്. ദിവസേന 250-300 വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. നഗരസഭ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തി വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ അഭിഭാഷകരടക്കം എതിർത്ത് പിന്തിരിപ്പിച്ചു. ആർക്ക് വേണമെങ്കിലും വാഹനം പാർക്ക് ചെയ്ത് എവിടെ വേണമെങ്കിലും പോകാമെന്നതാണ് നിലവിലെ സ്ഥിതി. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള കച്ചേരി മൈതാനിയുടെ കസ്റ്റോഡിയൻ തഹസിൽദാറാണ് അനധികൃത പാർക്കിംഗ് കാര്യത്തിൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. നിർദ്ദിഷ്ട അങ്കമാലി കുണ്ടന്നൂർ ദേശീയപാത ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഭൂവുടമകൾ യോഗം ചേർന്നു. വീടുകൾക്ക് കാലപ്പഴക്കം കണക്കാക്കാതെ നഷ്ടപരിഹാരം നൽകുക, ഭൂമി ഏറ്റെടുത്ത ശേഷം ബാക്കി വരുന്ന ഉപയോഗശൂന്യമാകുന്ന സ്ഥലങ്ങൾ കൂടി ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇത് നേടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകാനും ഹൈക്കോടതിയെ സമീപിക്കാനും ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. പദ്ധതിക്കായി കാഞ്ഞൂർ പഞ്ചായത്തിൽ 200ഓളം വീടുകളാണ് കൊടുക്കേണ്ടി വരുന്നതെന്നും യോഗം വിലയിരുത്തി. ഏറ്റവും അധികം വീടുകൾ നഷ്ടമാകുന്നതും ഈ പഞ്ചായത്തിലാണ്. ദേശീയപാത നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നഷ്ടപരിഹാരത്തിന് കോടതിയെ സമീപിക്കാനാകില്ല. ജില്ലാ കളക്ടറാണ് അന്തിമ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത്. കൂടുതൽ വില കിട്ടുവാൻ കളക്ടർക്ക് തന്നെയാണ് ഭൂവുടമകൾ അപ്പീൽ നൽകേണ്ടതെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ഇതടക്കം ആവശ്യങ്ങൾക്ക് പരിഹാരം തേടിയാണ് അധികാരികളെ സമീപിക്കുന്നത്. കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ആന്റണി പാറക്ക, കൺവീനർ സജി കുടിയിരിപ്പിൽ, വാർഡ് അംഗങ്ങളായ പ്രിയ, രഘു, സത്യൻ എന്നിവരും സംസാരിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. സെൻസസിലെ അപാകത മൂലം തദ്ദേശ വാർഡുകൾ പുനർനിർണയം നടത്തിയപ്പോൾ കുണ്ടറ പഞ്ചായത്തിൽ ഒരു വാർഡ് പോലും കൂടിയില്ല. നിലവിലുണ്ടായിരുന്ന 3 സംവരണ വാർഡുകൾ 1 ചുരുങ്ങുകയും ചെയ്തു. 2011 സെൻസസ് റിപ്പോർട്ടിൽ പഞ്ചായത്തിലെ പട്ടിക വിഭാഗം ജനസംഖ്യ തെറ്റായാണ് രേഖപ്പെടുത്തിയത്. 14 സീറ്റുള്ള കുണ്ടറ പഞ്ചായത്തിൽ നിലവിൽ 2 വനിതയടക്കം 3 സീറ്റുകൾ പട്ടികജാതി സംവരണമായിരുന്നു. പുതിയ പട്ടികയിൽ 14 സീറ്റിൽ 1 മാത്രമാണ് പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിലെ പട്ടികജാതി ജനസംഖ്യ 2001 സെൻസസ് പ്രകാരം 3711 ആയിരുന്നു. അത് പ്രകാരമാണ് നിലവിൽ 3 സീറ്റ് പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിരുന്നത്. 2011 സെൻസസിൽ പട്ടികജാതി ജനസംഖ്യ 11,010 തെറ്റായി രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് സംവരണ സീറ്റുകൾ 3 നിന്ന് 1 കുറയാൻ ഇടയാക്കിയത്. സെൻസസ് റിപ്പോർട്ടിലെ അപാകത തിരുത്താത്തത് മൂലം പഞ്ചായത്തിലെ ജനസംഖ്യ ആനുപാതികമായി വാർഡുകളുടെ എണ്ണത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന വർധന ഉണ്ടാകാതിരിക്കുകയും പട്ടികവർഗക്കാർക്ക് അർഹതപ്പെട്ട സംവരണ സീറ്റുകൾ ഇല്ലാതാവുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ആവശ്യമായ പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 2011 സെൻസസിൽ പട്ടികജാതി ജനസംഖ്യയിൽ വന്ന പിശക് മൂലം 2018-19 വാർഷിക പദ്ധതി മുതൽ പഞ്ചായത്തിൽ ലഭിക്കുന്ന പട്ടികജാതി വികസന ഫണ്ട് 1/3 കുറയുകയും ചെയ്തു. ഇതുമൂലം പഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി കൂടുതൽ പ്രൊജക്ടുകൾ പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്.
റോഡുകളിലെ കുരുകഴിച്ചില്ലെങ്കിൽ IT മേഖലയും ജില്ലാ ഭരണകൂടവും ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശം സമീപഭാവിയിൽ നിശ്ചലമാകുമെന്ന് സർവകക്ഷി സന്നദ്ധ സംഘടനാ പ്രതിനിധികളുടെ യോഗം. കാക്കനാട്ടേക്കുള്ള മെട്രോ നിർമ്മാണം സജീവമാകുന്നതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്നാണ് ആശങ്ക. മെട്രോ റെയിൽ നിർമ്മാണ വേളയിൽ വാഹനങ്ങൾ തിരിച്ചുവിടാൻ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മെട്രോ റെയിൽ ആദ്യഘട്ട നിർമ്മാണ വേളയിൽ കൊച്ചി നഗരത്തിലും പരിസരങ്ങളിലുമായി 22 ഇടറോഡുകൾ നവീകരിച്ച കാര്യം ഹൈബീഡൻ ചൂണ്ടിക്കാട്ടി. അന്ന് 38 കോടി രൂപ മുടക്കിയാണ് ബദൽ ഗതാഗത മാർഗ്ഗങ്ങൾ വികസിപ്പിച്ചത്. കാക്കനാട്ടും ഇടറോഡുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഹൈബീഡൻ പറഞ്ഞു. മെട്രോയുടെ ആദ്യഘട്ടത്തേക്കാൾ ലാഭകരമായിരിക്കും രണ്ടാം ഘട്ടം എന്നതിനാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഉമാ തോമസ് MLA ആവശ്യപ്പെട്ടു. ഭാവിയിലെ ഗതാഗതക്കുരുക്ക് മുൻകൂട്ടി കണ്ടുള്ള എലിവേറ്റഡ് ഹൈവേ, ജംഗ്ഷനുകളിൽ ഫ്ലൈ ഓവറുകൾ, അണ്ടർപാസ് തുടങ്ങിയവയും പരിഗണിക്കണം. IT സർക്കാർ മേഖലകളിലായി 50,000-ഓളം പേർ ജോലിക്കെത്തുന്ന കാക്കനാട്ടേക്ക് കുരുക്കില്ലാതെ പോകാൻ കഴിയുന്ന ക്രമീകരണമാണ് വേണ്ടതെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. ഈ വാർത്തയോടുകൂടെ